ഹായ് ഫ്രണ്ട്സ്, സുമ ലെനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ദോശയ്ക്കും ചപ്പാത്തിക്കും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഏലക്കായ, ഗ്രാമ്പു, പെരിഞ്ചീരകം, കുരുമുളക് എന്നിവയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് ചേർക്കുന്നത്. സവാള ചേർത്തൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ഇവയും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഗരം മസാല പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. ഇനി തലേദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസും ചേർക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 മുറി തേങ്ങയുടെ 1/4 പാലാണ് ചേർക്കുന്നത്. 1/4 പാൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ മാത്രം കേട്ടാൽ മതി. അതുപോലെയാണ് വെന്ത് വന്നിരിക്കുന്നത്. ഇനി ഇതിലെ ഉരുളക്കിഴങ്ങ് മാത്രം ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 പാലാണ് ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള 1/4 പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ കാണും വരേക്കും ബൈ.